പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ വീട്ടിലെ തൊട്ടടുത്തുള്ള പാസാമലം, അതായത് ഇവിടെ മലേഷ്യയില് പാസാമലം എന്ന് പറഞ്ഞാൽ നൈറ്റ് മാർക്കറ്റാണ്. അപ്പം അത് ഇവിടെ ഇപ്പം ഞാൻ താമസിക്കുന്നതിന് തൊട്ടടുത്ത് ഈ ബാക്കിൽ കാണുന്ന ഈ പാസാമലം, ഈ നൈറ്റ് മാർക്കറ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ പോയിട്ട് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം, എന്തൊക്കെ ഇവിടെ ഉണ്ടെന്നും എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പം ഇത് ബുധനാഴ്ചയും ശനിയാഴ്ചയും മാത്രമാണ് ഈ നൈറ്റ് മാർക്കറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. എല്ലാവരും സാധനങ്ങളൊക്കെ പോകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് കടകളുണ്ട് ഇവിടെ. അപ്പം വെറൈറ്റി ആയിട്ടുള്ള ഓരോ ടൈപ്പ് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരുപാട് കടകളും അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഫുഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഓരോന്നും കൂടുതലായിട്ട് കാണാം. നമ്മുടെ ചിക്കൻ്റെ ലെഗ് പീസാണ്, ചിക്കൻ അല്ല സോറി ഫിഷാണ്, മീൻ വറുത്ത് വെച്ചേക്കുന്നതാണ് കാണുന്നത്. എന്തുതരം മീനാണെന്ന് അറിയത്തില്ല, വെറൈറ്റി മീനാണ്. ഏതായാലും ഇവിടെ ലൈവായിട്ട് ചിക്കനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ സ്റ്റിക്കുകൾ അത് കറക്റ്റായിട്ട് ആ സമയത്ത് തന്നെ ആക്കി കൊടുക്കുന്നുണ്ട്. നല്ല തിരക്കുണ്ട് മാർക്കറ്റിൽ. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങൾ, ടോയ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. എല്ലാ സാധനവും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പ്രത്യേക ഫ്രൈ. ഓക്കെ, നോ ഇന്ത്യ. Yeah, from India. Thank you. അതുപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. നല്ല തിരക്കുണ്ട് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. മെയിനായിട്ട് ഇവർ ശനിയാഴ്ച ഇവിടുന്ന് പാട്ടായിട്ടുള്ള ഡിന്നർ വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോയിട്ട് കഴിക്കും. അങ്ങനെയാണ് മെയിനായിട്ടുള്ളത്. വെറൈറ്റീസ് ഭക്ഷണങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെരുപ്പോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അങ്ങനെയുള്ള ചെരുപ്പ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഫ്രഷ് മീൻ കിട്ടും നമുക്ക് ലൈവായിട്ട്. നമ്മുടെ പച്ച മത്സ്യം ഇവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. മീനിലൊക്കെ ഈച്ച ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നല്ല ഫിഷാണെന്നാണ്. കാണുമ്പോൾ തന്നെ അറിയാം ഫ്രഷ് ഫിഷാണ്. ഇതെല്ലാം ഫ്രഷാണ്, നല്ല അടിപൊളി. നമ്മുടെ നാട്ടിലെ മീനുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. മത്തിയില്ല, കിളിമീനുണ്ട്, അയലയുണ്ട്, അങ്ങനെ തുടങ്ങി വെറൈറ്റീസ് ഓഫ് പച്ച മത്സ്യങ്ങൾ. ഈ കാണുന്ന വലിയ ജാറിലൊക്കെ ഉള്ളത് ജ്യൂസുകളാണ്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിട്ടുള്ള ജ്യൂസുകളും കാര്യങ്ങളൊക്കെ ഇവിടെ. ഇവർക്കൊരു പ്രത്യേക ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ജ്യൂസുകളും കാര്യങ്ങളൊക്കെ കുടിക്കാൻ. മലേഷ്യക്കാർക്ക് എപ്പോഴും ഇവിടെ അങ്ങനെ ഉള്ള ജ്യൂസുകളും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ലൈവ് പോപ്കോൺ, മഷ്റൂം പോപ്കോൺ എന്ന് പറഞ്ഞ ഡിഫറെൻറ്റ് കളറിൽ വെറൈറ്റി സാധനമുണ്ട്. എല്ലാ കടയും ഏകദേശം ഒരുപോലത്തെ കടകളൊക്കെയാണ്, ഒരുപോലെ ഉള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമ്മുടെ ചിപ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിലെ പോലെ അല്ലെങ്കിലും നമ്മുടെ അതുപോലത്തെ വാഴ ചിപ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ദോശ പോലെ എന്തോ ഒരു സാധനം ഇവിടെ ആക്കുന്നുണ്ട്. ഇതെന്താണെന്ന് അറിയില്ല. കണ്ടു കഴിഞ്ഞാൽ ദോശ പോലെയുണ്ട്. വെറൈറ്റി എന്തോ ഒരു സാധനമാണ്. ഇത് ഞാൻ ഇവിടുന്ന് മുന്നേ കഴിച്ചിട്ടുണ്ട്. ഈ കാണുന്ന അപ്പം പോലത്തെ ഒരു സാധനമാണ്. നമ്മുടെ തേങ്ങാപ്പനൊക്കെ പോലെ ഉള്ളിൽ വേറെ സാധനം, വെറൈറ്റി സാധനങ്ങൾ വെച്ചിട്ട് അടിപൊളിയാണ്. ഇവിടെ ലൈവായിട്ട് ഫ്രൈഡ് റൈസ് കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡുകളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. നമ്മുടെ നാട്ടിലെ ഫ്രൈഡ് റൈസ് പോലെ തന്നെ
സീ ഫുഡ് ഫ്രൈഡ് റൈസ് ഒക്കെ ആയിട്ടുള്ളതുണ്ട്. സ്പോട്ടിൽ തന്നെ ഇവർ കുക്ക് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഈ കടയിൽ. നാട്ടിലെ പോലെ തന്നെ നല്ല മീൻ വറുത്തതും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറൈറ്റീസ് ആയിട്ടുള്ള മീനുകളും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ചിക്കൻ്റെ ഫ്രൈ. ഇത് ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദോശ പോലത്തെ ഒരു സംഭവം. ദോശയല്ല, ഇതൊരു ചെറിയ അപ്പം പോലത്തെ ഒരു സംഭവമാണ്. അതിൻ്റെ ഉള്ളിൽ കണ്ട അങ്ങനെ അവർ ചുടുകയാണത്. അതിൻ്റെ ഉള്ളിൽ അവർ പീനട്ടും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. പീനട്ട്, പിന്നെ കോണ്, ഇത് ഈ കാണുന്നത് പീനട്ട്, പിന്നെ എന്തോ ഒരു മിക്സറും കൂടെയാണ്. അപ്പോൾ അതെല്ലാം കൂടെ അവരിട്ടിട്ട് അങ്ങനെ ചൂടാക്കിയത് ഇതുപോലെ ദോശ പോലെ മടക്കി വെച്ച് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ ഇത് കാണാൻ. അത് കാണാനും രസമുണ്ട്. അത് ചൂടുന്നൊക്കെ കാണാൻ വേണ്ടി പ്രത്യേക രസമുണ്ട്. പിസ്സ ലൈവായിട്ട് പിസ്സ ആക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ. വെറൈറ്റി പിസ്സകളുണ്ട്. പാസാമലം ഏകദേശം ഇവിടെ തീർന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങോട്ട് ബാക്കിയുള്ളതൊക്കെ പച്ചക്കറികളാണ്. അതായത് എത്രയേ ഉള്ളൂ. നമ്മളിവിടെ ലാസ്റ്റ് എൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് പാസാമലം. നമുക്ക് തിരിച്ചു പോകാം. നമുക്കും കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം പാസാമലം. അപ്പോൾ ഞാൻ ഈ നോയിസ് ക്യാൻസലേഷൻ ഓഫാക്കിയിട്ട് ലൈവായിട്ട് മാർക്കറ്റിലെ സൗണ്ടുകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പം ഈ മാർക്കറ്റിൽ നമുക്ക് എല്ലാവിധ സാധനങ്ങളും കിട്ടും. അപ്പോൾ ഇത് മെയിനായിട്ട് ഇവിടുത്തെ ലോക്കൽസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള മാർക്കറ്റാണ്. അപ്പം നമുക്ക് ഇവിടെ ഡ്രസ്സുകളാണെങ്കിൽ അങ്ങനെ കുട്ടികൾക്കുള്ള സാധനങ്ങൾ, കളിപ്പാട്ടങ്ങൾ, പച്ചക്കറികൾ, ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് അന്നേരം തന്നെ സ്പോട്ടിൽ തന്നെ കുക്ക് ചെയ്ത് ആ സമയത്ത് തന്നെ ആക്കി തരുന്ന ഭക്ഷണം, അങ്ങനെ തുടങ്ങി എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. ഞാനെപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ളൊരു പരിപാടീസ് ഇല്ല എന്നുള്ളത്. നമുക്കും എന്താ പറയണ്ട, ഒരു സ്ട്രീറ്റിൽ ഞായറാഴ്ചകൾ അല്ലെങ്കിൽ ശനിയാഴ്ചകളിൽ വെള്ളിയാഴ്ചകളിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതുപോലുള്ളൊരു മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക വൈബാണ്, ഒരു പ്രത്യേക രസമാണ്. ഇങ്ങനെ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങുക, ഒരുപാട് ആൾക്കാർ. മാത്രമല്ല അത് ബിസിനസ്സിന് ഒരുപാട് ചെറുകിട ബിസിനസ്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ നാട്ടിലും എന്താ പറയണ്ട, എല്ലാ ടൗണുകളിലും ഒരുവിധം വലിയ വലിയ ടൗണുകളിലൊക്കെ ഇതുപോലുള്ളൊരു വീക്കെൻഡ് മാർക്കറ്റ്സ് ഓപ്പൺ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒരു അപേക്ഷ. നമ്മുടെ ഈ ടൂറിസം ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും ഇതുപോലുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ മാർക്കറ്റുകൾ കാണാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വരാറുണ്ട്. ഇവിടെ മലേഷ്യൻ ലോക്കൽ ഫുഡ് മാത്രമല്ല, നമ്മുടെ ചൈനീസ് ഫുഡുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഫുഡുകൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. മാത്രമല്ല ഇവിടുന്ന് തന്നെ കുക്ക് ചെയ്യുന്നതുകൊണ്ടും എല്ലാവരും ഇവിടെ എന്താ പറയണ്ടേ, സ്പോട്ടിൽ കഴിക്കുക അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് പോകുക, അങ്ങനെയുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പം മൊത്തത്തിൽ ഒരുപാട് ഗുണം മാർക്കറ്റിനാണെങ്കിലും ബിസിനസ്സിനാണെങ്കിലും എല്ലാം ഉണ്ട്. ഇവിടെയാണെങ്കിലും ഇതുപോലെ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഫുഡ്. നമുക്ക് ഫ്രൂട്ട്സ് ആണെങ്കിൽ അതുപോലെ ചെറുകിട ബിസിനസ്സാണ്. ഇതൊന്നും വലിയ പൈസക്കാരുടെ ബിസിനസ്സല്ല. ഒരു ചെറിയ ടേബിളും ഇതുപോലുള്ളൊരു ഷീറ്റും എടുത്ത് വന്ന് ഒരു ചെറിയ കട അടങ്ങും. അതുകൊണ്ടാണ് ചെറിയ ആൾക്കാരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ മലേഷ്യൻ ഗവൺമെൻറ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. വളരെ വളരെ ഇമ്പ്രസീവായിട്ടാണ് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതുപോലുള്ള മാർക്കറ്റുകളുടെ ഒരു എന്താ പറയണ്ട നടത്തിപ്പുകളും കാര്യങ്ങളൊക്കെ. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ളൊരു കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്കിതൊക്കെ കാണാനും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും, നമ്മൾ ഈ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരുന്ന് വീട്ടിൽ നിന്ന് തന്നെ എപ്പോഴും ഭക്ഷണവും കഴിച്ച് ഒരൊറ്റ ജീവിതം ഇങ്ങനെ മരിച്ചു കളയാനുള്ളതല്ല. നമ്മൾ ഇതുപോലുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഇതുണ്ടോ കൊച്ചും ഭാര്യയും മക്കളൊക്കെ ആയിട്ട് വന്ന് ഒരു വൈകുന്നേരം എൻജോയ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രത്യേക ഒരു രസമുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ഈ ഗവൺമെൻറ്റിലേക്ക് എത്ര പൈസയായിരിക്കും ടാക്സ് ആയിട്ട് കിട്ടാൻ പോവുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബിസിനസ് നടക്കുമ്പം. കാരണം ഇത് കച്ചവടം, നമ്മൾ മണി ഫ്ലോ ഉണ്ടല്ലോ, മണി ഫ്ലോ നടക്കുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് സ്ട്രെങ്ത് ആയിട്ടിരിക്കും.
നമുക്ക് ഉണക്കമീനും കാര്യങ്ങൾ, ഉള്ളി, വേണ്ട എല്ലാവിധ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മാർക്കറ്റുകളെ പ്രൊമോട്ട് ചെയ്യണമെന്നും ഇതുപോലുള്ള ഐഡിയാസ് നമ്മുടെ നാട്ടിലും കൊണ്ടുവരണമെന്നും കൂടെയാണ് എനിക്ക് നമ്മുടെ ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഇതുപോലുള്ള കൂടുതൽ മാർക്കറ്റുകൾ നമ്മുടെ നാട്ടിലൊക്കെ വരണം. അവർക്കൊക്കെ ഇതുപോലെ എന്താ പറയണ്ടേ, നമ്മുടെ നാട്ടിലെ പാവങ്ങൾക്കൊക്കെ ഇതുപോലെ ബിസിനസ് ചെയ്യാനുള്ളൊരു അവസരം, ചെറുകിട ബിസിനസ് ചെയ്യാനുള്ള അവസരം നമ്മൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്.